അതേ നേരത്താണ് ക്ലാര ഹാളിന്ന് അവളുടെ തന്നെ ശബ്ദം ഒരു ലാപ്ടോപ്പിൽ കേൾക്കുക. പോയി നോക്കുമ്പോണ്ട് ഇവളെ ഭർത്താവ് പീഡിപ്പിക്കുന്ന ഒരു വീഡിയോ ലാപ്ടോപ്പിൽ ആരോ പ്ലേ ചെയ്തു വെച്ചിരിക്കുന്നു. അവിടുത്തെ തന്നെ ഗ്ലാസിൽ ഇന്ന് നിന്നെയോ നിന്റെ ഭർത്താവിനെയോ ആരെയെങ്കിലും ഒരാളെ ഞാൻ കൊല്ലും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കണ്ട പെണ്ണ് ആദ്യം ലാപ്ടോപ്പ് എടുത്ത് നിലത്തടിച്ച് പൊട്ടിക്കും. ഈ നേരം ഹീറോ വീടിന് പരിസരത്ത് ആരോ ഉള്ളത് മനസ്സിലാക്കിയിട്ട് അവരെങ്ങാനും അകത്തേക്ക് കടന്ന് ആക്രമിക്കാൻ ശ്രമിച്ചാലോ അവരെ തടയാൻ വേണ്ടിയും അവരുടെ അനക്കം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ബൾബ് എടുത്ത് പൊട്ടിച്ച് അതിന്റെ കുപ്പിച്ചില്ല് ഡോറിന് മുന്നിലായിട്ട് വിതറും. എന്നിട്ട് ക്ലാരയോട്, ക്ലാര നിന്റെ അവസ്ഥ എന്താണ്, അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കും. അപ്പൊ ക്ലാര പറയാണ്, ഈ വീട്ടിൽ ആ കാലണ്ടർ കില്ലർ എത്തി, അവനെങ്ങനെയോ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ വീട്ടിലെ ഡോറിൽ അവന്റെ കൈയക്ഷരം കണ്ടു. എന്റെ വീഡിയോ ഒരു ലാപ്ടോപ്പിൽ അവൻ പ്ലേ ചെയ്യുകയും ചെയ്തു. ഇത് കേട്ട ഉടനെ ഹീറോ പറയും, നിന്റെ സ്ഥലം പറയൂ, ഞാൻ അങ്ങോട്ടൊരു ക്യാബ് അയക്കാം, അവന്റെ കണ്ണി പെടരുത്, എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. ക്ലാര, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സാധനം എവിഡൻസ് ആയിട്ട് വെച്ചോന്ന് പറഞ്ഞ് അവൾ ആ ഗ്ലാസിൽ കില്ലർ എഴുതി വെച്ചിരിക്കുന്ന എഴുത്ത് ഫോട്ടോ എടുത്ത് ഹീറോയ്ക്ക് അയക്കും. എന്നിട്ട്, നിങ്ങൾ ക്യാബ് അയക്കണ്ട, ഞാൻ എന്റെ കാർ തന്നെ എടുത്ത് ഓടിച്ചോളാം, ക്യാബ് വരുമ്പോഴേക്കും സമയാവും. പക്ഷെ എന്റെ ഇപ്പോഴത്തെ സംശയം അതല്ല, എന്റെ ഭർത്താവ് ഞാൻ പറയുന്നത് വിശ്വസിച്ചില്ല. എന്റെ വീഡിയോ അയാളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഈ വീട്, ഈ ഫാം ഹൗസ് എനിക്കും അയാൾക്ക് മാത്രമേ അറിയൂ. ഞാനിപ്പോ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് അയാൾക്ക് മാത്രമേ അറിയൂ. അങ്ങനെയാണെങ്കിൽ ഈ കാലണ്ടർ കില്ലർ എന്ന പേരിന് പുറകിൽ എന്റെ ഭർത്താവായിരിക്കണം. അവൻ തന്നെ ആയിരിക്കും ഈ കാലണ്ടർ കില്ലർ. ഡിസംബർ 6 ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറിയാണ്. ഹീറോ, എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങും, എന്നിട്ട് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വാ, ഞാൻ നിന്നെ സഹായിക്കാം. ക്ലാര പറയും, ഇല്ല, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല, അവൻ തന്നെയാണ് ജയിക്കുക. എന്റെ കെട്ടിയോനെ തനിക്കറിയില്ല, അവൻ തന്നെയാണ് ജയിക്കുക. ഇത് കേട്ട് ഹീറോ പറയും, ഇല്ല, ഇത്തവണ അവനെ ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ സമയത്ത് ക്ലാര താമസിക്കുന്ന ഫാം ഹൗസിലേക്ക് ഒരാൾ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഡാഡി. അയാളെ ക്ലാര കാണും. എന്നിട്ട് ഹീറോയോട്, അയാൾ വീട്ടിലേക്ക് എത്തി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നാൽ ആരെത്തി, ആരെയാണ് ഇവള് കാണുന്നതെന്ന് ഹീറോയോട് പറഞ്ഞിട്ടില്ല. ഇവള് പേടിച്ചൊരു ഭാഗത്ത് പോയി ഒളിച്ചിരിക്കുകയുള്ളൂ. വന്നത് കെട്ടിയോനാണോ അല്ലയോ എന്നുള്ളത് ഹീറോയ്ക്ക് മനസ്സിലായിട്ടില്ല. ഈ വയസ്സൻ പെണ്ണിനെ അന്വേഷിച്ച് വീടിനകത്തൂടെ നടക്കുമ്പോൾ ഇവൾ അയാൾ അറിയാതെ വാതിൽ കുറ്റിയിട്ട് അവിടുന്ന് ഒരൊറ്റ ഓട്ടാണ് കാട്ടിലേക്ക്. ഹീറോ ഹലോ ക്ലാര, ഹലോ ക്ലാര എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ സിഗ്നൽ കിട്ടുന്നില്ല. ഈ പെണ്ണ് കാട്ടിലേക്കല്ല ഓടിയത്, ഒന്നും കേൾക്കലേ. അപ്പോഴാണ് ഹീറോയുടെ പേഴ്സണൽ നമ്പറിൽ ഹീറോയുടെ ഡാഡി അവനെ വിളിക്കുന്നു. എടാ, ഞാൻ ആ പെണ്ണ് താമസിക്കുന്ന ഫാം ഹൗസിലേക്ക് എത്തി, പക്ഷെ അവിടെ ആരുമില്ല. ആ പെണ്ണൊരു പക്ഷെ നിന്നോട് കള്ളം പറഞ്ഞതായിരിക്കും. ഇങ്ങോട്ട് ആരും വന്നിട്ടില്ലെന്നാണ് ഫാമിന്റെ സെക്യൂരിറ്റിയും പറഞ്ഞത്. ആ പെണ്ണ് നിന്നോട് കള്ളം പറഞ്ഞായിരിക്കും, സൂയിസൈഡൽ സ്റ്റോറി പറഞ്ഞ് പറ്റിക്കുന്നതായിരിക്കും. ഇത് കേട്ട് ഹീറോ, ആ പെണ്ണ് എന്തിന് എന്നോട് കള്ളം പറയണം? ഒരുപക്ഷെ നിങ്ങളാണോ കള്ളം പറയുന്നത്? ഇപ്പൊ നിങ്ങൾ എവിടെയാണുള്ളത്? ഡാഡി പറയും, ഞാൻ അവളുടെ ഫാം ഹൗസിലുണ്ട്, ഇവിടെ ആ പെണ്ണില്ല. അവള് പറയുന്ന കഥയും സംഭവങ്ങളും യഥാർത്ഥത്തോടെ ആഡപ്പ് ആവുന്നില്ല. നീ ഒന്നുകൂടെ കാര്യമായിട്ട് വിശകലനം ചെയ്യ്. ഇതും പറഞ്ഞ് അപ്പം കോള് കട്ട് ചെയ്യും. സോ ഹീറോയിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ വന്നത് ഹീറോയുടെ ഡാഡിയാണ്. ക്ലാരയുടെ വീട്ടിലേക്ക് വന്ന് ഹീറോയുടെ ഡാഡി ആയിരുന്നു. ആ ഡാഡീനെ കണ്ടാണ് ഇവള് പേടിച്ച് കാട്ടിലേക്ക് ഓടിയത്. കാട്ടിലേക്ക് ഓടി വന്ന പെണ്ണിന് പകുതി ബോധവും പോകും, ശരീരത്തിന് ആരോഗ്യവുമില്ല. ഇവളൊരു ചെരുവിൽ വഴുതി അടുത്തുള്ള റോട്ടിലേക്ക് അടിച്ചു വീണ് ബോധം കെട്ട് പോവാണ്. അങ്ങനെ റോഡരികിൽ ബോധം കെട്ട് കിടക്കുമ്പോൾ ആ വഴി വന്നൊരു വാൻകാരൻ, ഒരു വാനണ്ണൻ ഈ പെണ്ണിനെ കണ്ട് കാർ നിർത്തി അവളുടെ അരികിലേക്ക് വന്ന് അവളെ തട്ടി വിളിക്കും. ഹേയ് ലേഡി, എന്തേ റോട്ടി കിടക്കുന്നു? ഈ മനുഷ്യനെ കണ്ട ഉടനെ ഹീറോയിൻ പേടിക്കുക. എന്നെ തൊടലേ, എന്നെ തൊടലേ എന്ന് പറഞ്ഞ് അവൾ പേടിച്ച് പിന്മാറും. ഇയാൾ ഒരു സാന്താക്ലോസിന്റെ വസ്ത്രമൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല, വരൂ, എന്റെ കൂടെ വരൂ, ഞാൻ നിങ്ങളെ ടൗണിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഈ സാന്താക്ലോസ് ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ അയാളുടെ നോട്ടവും നിൽപ്പൊന്നും അത്ര രസകരമല്ല. ഒരു കില്ലറുടെ എല്ലാ ചായയും ഉണ്ട് പുള്ളിക്ക്. പക്ഷെ അതുകൊണ്ട് തന്നെ കില്ലർ ആവണമെന്നും നിർബന്ധമല്ല. ചിലപ്പോൾ ആകാട്ടോ, ചിലപ്പോൾ അല്ലായിരിക്കും, ചിലപ്പോൾ ആകും, ചിലപ്പോൾ ആകില്ല. ഈ ചോദ്യം നിൽക്കെ നേരത്തെ വന്ന ഡാഡി ആ വീടിന് മുന്നിൽ തന്നെ കാവല് നിൽക്കാണ്. കുറച്ചു കഴിഞ്ഞ് ഇവളുടെ ഭർത്താവ് വരുന്നുണ്ട്. ഈ ഭർത്താവ് വീട് മുഴുവൻ പരിശോധിക്കും. ഇവൾ ഇറങ്ങിപ്പോയതിന്റെ കാൽപ്പാടും കാണും. എന്നിട്ട് അയാളും കാർ എടുത്ത് ഇറങ്ങുന്നുണ്ട്. ഈ നേരം സാന്താക്ലോസ് സിഗരറ്റും വലിച്ച് വണ്ടി ഓടിക്കുക. ഹീറോയിൻ അടുത്തുള്ള സിറ്റി തന്നെ ഇറക്കി വിടുമെന്ന് പറയും. സാന്താക്ലോസ്, നിങ്ങളുടെ അവസ്ഥ മോശമാണ്, ഹെൽത്ത് ശരിയല്ല, ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട്. ഇവള് വേണ്ട, എന്നെ അടുത്തുള്ള സിറ്റിയിൽ ഇറക്കി വിട്ടാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. ഇപ്പൊ മൊബൈലിൽ ടവർ വന്നിട്ടില്ല. റേഞ്ച് ഇല്ലാത്ത ഭാഗത്തൂടെയാണ് ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ വസ്ത്രമൊക്കെ കണ്ട് ഹീറോയിന് സംശയം തോന്നിയിട്ട്, നിങ്ങൾ എന്തിനാണ് ഈ സാന്താക്ലോസ് വസ്ത്രം ധരിച്ചിരിക്കണമെന്ന് ചോദിക്കും. അപ്പം അയാൾ പറയും, ഞാനൊരു പാർട്ടി കഴിഞ്ഞു വരാം, അവിടെ സാന്താക്ലോസിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, ആ പാർട്ടിക്കാരൻ എനിക്ക് പണം തന്ന് ധരിപ്പിച്ചാണെന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ ഇവളെ മൊബൈലിൽ 2 പുള്ളി റേഞ്ച് കാണിക്കുന്നുണ്ട്. കുറേയധികം ഹീറോയുടെ മിസ് കോൾ ഉണ്ടാവും. ഉടനെ അവള് ഹീറോനെ വിളിക്കുന്നു. ഹീറോ ഫോൺ എടുത്ത്, ക്ലാര, എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് താൻ ഇത്രയും നേരം സംസാരിക്കാതിരുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഹീറോയിൻ, എന്റെ വീട്ടിലേക്ക് ആരോ കടന്നു വന്നു, ആ കാലണ്ടർ കില്ലർ ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ പേടിച്ച് അവിടുന്ന് ഓടിയതാ,
ഇപ്പം ഞാനൊരു സാന്താക്ലോസിന്റെ കൂടെയാണ്, പേടിക്കൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല, ഞാൻ അടുത്തുള്ള ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മാർട്ടിൻ വീട്ടിലെത്തുന്നതിന് മുന്നേ എനിക്ക് വീട്ടിലെത്തണം. അപ്പൊ ഹീറോ, ഈ രാത്രി നീ ആരെ കണ്ടുമുട്ടിയാലും അവരെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത്, അവെയറായിട്ടിരിക്കും. നീ ലൈനിൽ തന്നെ ഇരിക്കും, കോള് കട്ട് ചെയ്യണ്ട. എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ ഉടനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങണം, എന്നെ വിളിക്കണം. ഈ സമയത്ത് ഹീറോ മോളുടെ കരച്ചിൽ കേൾക്കും. അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, പനി കൂടിയിരിക്കുക, ചുട്ടുപൊള്ളുന്നുണ്ട് ശരീരം. ഇവൻ ചെന്ന് മരുന്ന് ഷെൽഫിൽ നിന്ന് കുറച്ച് പാരസെറ്റാമോൾ ലിക്വിഡ് കൊണ്ടുവന്ന് മോൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും മോള് ഉറുമുന്ന ശബ്ദം നിർത്തിയിട്ടില്ല. കൂക്കൂന്ന് പറയുന്നുണ്ട് പാവം പെണ്ണ്. ഉറങ്ങാൻ കഴിയുന്നില്ല ആൾക്ക്. ഹീറോയ്ക്കാണെങ്കിൽ പാട്ട് പാടാനും അറിയില്ല. ക്ലാര ലൈനിൽ തന്നെ ഉണ്ടാവും. ക്ലാര ഹീറോയോട് പറയും, താൻ ആ ഹെഡ്ഫോൺ മോളുടെ ചെവിയിലേക്ക് വെക്കൂ, ഞാനൊരു പാട്ട് പാടിക്കൊടുക്കാം. ഹീറോയിൻ ഒരു താരാട്ട് പാട്ട് കുഞ്ഞുമോൾക്ക് പാടിക്കൊടുക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഹീറോ പൊട്ടിക്കരയാൻ തുടങ്ങും. എന്താ പറ്റിയെന്ന് അവൾ ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇതേ പാട്ട് തന്നെയാണ് എൻ്റെ ഭാര്യയും മോൾക്ക് പാടിക്കൊടുക്കുക. അത് കേട്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ഇമോഷണൽ ആയതാ. അവൾ ഉറങ്ങി, അവളിപ്പോൾ കുഴപ്പമില്ലാതെ ഉറങ്ങുന്നുണ്ട്, താങ്ക് യു. ഇത് കേട്ട് ക്ലാര പറയും, താങ്ക് യു, ഞാനാണ് പറയേണ്ടത്. എൻ്റെ മോളുടെ ജീവിതം ഞാൻ ഇല്ലാതാക്കിയാണ്. താനും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ മണ്ടൻ തീരുമാനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഞാനിപ്പോൾ നേരെ എൻ്റെ മോളുടെ അടുത്തേക്കാണ് പോകുന്നു. ഇനി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കില്ല, അയാളെ ഞാൻ ഒഴിവാക്കും. എനിക്കതിനുള്ള കരുത്തുണ്ട്. ഇപ്പോൾ ഞാൻ സഹായിക്കണോ എന്ന് ഹീറോ ചോദിക്കും. അതിന് ക്ലാര, ഇല്ല വേണ്ട, ഈ കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് ആ കാലണ്ടർ കില്ലർ എഴുതി വെച്ചതിൻ്റെ ഫോട്ടോ എങ്കിലും എനിക്ക് കിട്ടിയല്ലോ. ഞാനെല്ലാം ഇമാജിൻ ചെയ്തല്ല എന്ന് അവൻ്റെ മുഖത്ത് നോക്കി 4 വർത്താനം പറഞ്ഞ് ഈ ഫോട്ടോയും കാണിച്ചു കൊടുക്കണം. എനിക്കിനി കുഴപ്പമില്ല, ഞാൻ സിറ്റിയിലെത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഹീറോയിൻ കോള് കട്ട് ചെയ്യും. അത് കഴിയുമ്പോൾ ഈ സാന്താക്ലോസ് ചോദിക്കുന്നുണ്ട്, കാലണ്ടർ കില്ലറിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, എന്താ അത് സംഭവം? നിങ്ങളുടെ പുറകിൽ ആരെങ്കിലും വരുന്നുണ്ടോ? ഹീറോയിൻ അതിന് മറുപടി പറയില്ല. അങ്ങനെയൊന്നുമില്ല, ഞാൻ മറ്റൊരു കാര്യം സംസാരിച്ചതാ, എനിക്കും തണുക്കുന്നുണ്ട്, നിങ്ങൾ വലിക്കുന്നൊരു സിഗരറ്റ് തരുമോ എന്ന് ചോദിക്കും ഹീറോയിൻ. അയാൾ സിഗരറ്റ് കൊടുത്തിട്ട് ലൈറ്റർ തപ്പുമ്പോൾ ഷോക്ക് അടിപ്പിക്കുന്ന സ്റ്റൺ ഗൺ അയാളുടെ കയ്യിലുള്ളതായിട്ട് ഹീറോയിൻ കാണും. ഉടനെ ഇവള് വണ്ടി നിർത്താം, എനിക്കിപ്പോൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങണം, വണ്ടി നിർത്തിക്കോ അല്ലെങ്കിൽ ഞാൻ ചാടുന്നു പറഞ്ഞിട്ട് ഡോറ് തല്ലി പൊളിക്കാൻ ശ്രമിക്കും. ഉടനെ ഇയാള് വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ട്, ഞാൻ തന്നെ ഉപദ്രവിക്കില്ല, ആ സ്റ്റൺ ഗൺ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും, തന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനത് വെച്ചിരിക്കുന്നത്, ദയവ് ചെയ്ത് വിശ്വസിക്കുക, ഞാൻ അങ്ങനെ ഒരാളല്ല എന്നിങ്ങനെ ഇയാൾ പറഞ്ഞ് ഹീറോയിനെ കൺവിൻസ് ചെയ്യുന്ന സമയത്ത് പുറകെ വന്ന ഹീറോയിന്റെ കെട്ടിയോൻ മാർട്ടിൻ ഈ കാറ് നിർത്തിയത് കണ്ട് കാറിലേക്ക് അടിച്ചു കയറി വന്ന് ആ സാന്താക്ലോസിനെ വലിച്ച് പുറത്തേക്കിട്ട് അയാളുടെ മോന്തയ്ക്ക് ഞാഞ്ഞു കുത്തി ഏകദേശം ഒരു അവസ്ഥയിലാക്കി. ഹീറോയിൻ തടുക്കുക, അയാൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, നീ എന്തിനാ ഇപ്പം ഇത്ര ദേഷ്യപ്പെടുന്നു? അപ്പൊ ഭർത്താവാണെങ്കിൽ, നിന്നോട് ആര് പറഞ്ഞിട്ട് എന്നെ ഇട്ടെറിഞ്ഞു പോവാൻ, ചോദിക്കാതെയും പറയാതെ ഇറങ്ങിപ്പോവേ, വന്ന് വണ്ടി കയറടി എന്ന് പറഞ്ഞ് അവളുടെ കോളറിനെ പിടിച്ച് തൂക്കും. അപ്പൊ ഹീറോയിൻ, എന്നെ സഹായിച്ച ഇയാളെ ഇങ്ങനെ പെരുവഴിയിലാക്കിയിട്ട് എനിക്ക് വരാൻ കഴിയില്ല, ഞാൻ അയാളെ കാറിൽ കയറ്റിയിരുത്തട്ടെ എന്ന് പറഞ്ഞ് ക്ലാര സാന്താക്ലോസിനെ അയാളുടെ കാറിനകത്തേക്ക് കയറ്റിയിരുത്തും. എന്നിട്ട് കുറെ ക്ഷമയൊക്കെ പറയും. ഈ ക്ഷമയെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു പ്രത്യേക നോട്ടം ഇവൾ ആ സാന്താക്ലോസിനെ നോക്കുന്നുണ്ട്. സാന്താക്ലോസും തലയാട്ടും. അവർ തമ്മിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ളത് നമുക്കറിയില്ല. അത് കഴിഞ്ഞ് ഇവള് ഭർത്താവിന്റെ കാറിൽ കയറി ടൗണിലേക്ക് പോകുന്നു. ഇപ്പൊ ടൗൺ എത്തിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഭർത്താവ് പറയും, ഞാൻ നിന്നെ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ, നീ എവിടം വരെ പോകുന്നുള്ളത് എനിക്കറിയാം, ഞാൻ ഫാം ഹൗസിലേക്ക് ചെന്നിരുന്നു, നിന്റെ കാൽപ്പാടുകൾ കണ്ടു. അപ്പൊ ക്ലാര, കാൽപ്പാട് മാത്രമേ കണ്ടുള്ളൂ, ബെഡ്റൂമിൽ എഴുത്ത് കണ്ടില്ല, ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ഇവൾ ആ കില്ലർ എഴുതി വെച്ചിരിക്കുന്ന എഴുത്ത് കാണിച്ചു കൊടുക്കും. അപ്പോഴും ഭർത്താവ്, നീ വീണ്ടും ഇതിൽ പിടിച്ച് തൂങ്ങാണോ, തുടക്കം മുതൽ ഓരോന്ന് ഉണ്ടാക്കി പറയാം, ശരി വിട്, നിനക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്യാം, ഞാൻ തന്നെ നിന്റെ കൂടെ വരാം, പിന്നെ ഞാൻ ആ ഗ്യാരേജിലെ പൈപ്പ് കണ്ടിരുന്നു, ഇനി മേലാൽ അങ്ങനെ ചെയ്തു പോകരുത്, അനാവശ്യമായ ഓരോ കാര്യങ്ങൾ. ഇങ്ങനെ കെട്ടിയോൻ അന്യായത്തിന് നല്ലവനായിരിക്കുന്ന സമയത്ത് ഇവിടെ ഹീറോയുടെ വീട്ടിനകത്ത് ആരോ കയറിയതായി വീണ്ടും ഹീറോയ്ക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പൊ ഉറപ്പായി ഏകദേശം. ഹീറോ കയ്യിൽ കത്തിയെടുക്കും. ആ നേരം ക്ലാരയുടെ ഭർത്താവ് ക്ലാരയോട് പറയാണ്, എനിക്ക് ചില കുഴപ്പങ്ങളുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, തെറാപ്പി എടുക്കുന്നുണ്ട്, എനിക്കൊരു അബ്യൂസീവ് ഫാദറാണ് ഉണ്ടായിരുന്നത്, എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി, ഞാൻ എങ്ങനെയൊക്കെയാണ് വളർന്നതെന്ന് എനിക്കറിയാൻ പാടില്ല, അതുകൊണ്ട് ചില സ്വഭാവ ദൂഷ്യങ്ങൾ എനിക്കുണ്ട്, അത് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല, എവിടെയും ഞാനത് വിളിച്ചു പറയാം, ഞാൻ എൻ്റെ ഭാര്യയെ തല്ലാറക്കിയുണ്ട്, എൻ്റെ മാനസികാവസ്ഥയാണത്, പക്ഷെ അതിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട്. ഇത് കേട്ട് ഹീറോയിൻ പറയും, ഓ, ഇപ്പൊ താൻ പറഞ്ഞതെല്ലാം ഒരു ന്യായമായി, അതിനാരും ജഡ്ജ് ചെയ്യരുത്, തൻ്റെ പ്രവർത്തനത്തിനൊക്കെ ഒരു കാരണമുണ്ട്, അത് ശരിയാണെന്നാണ് താൻ പറയുന്നത്. ഇത് കേട്ട ഭർത്താവ് കാർ നിർത്തിയിട്ട്, വീണ്ടും എന്നെ നീ ദേഷ്യപ്പെടുത്തരുത് എന്ന് പറയും. ഇവള് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് തന്നെ ദേഷ്യപ്പെടുത്തുന്നത്, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഞാൻ തന്നെ ഉപദ്രവിക്കുന്നുണ്ടോ? അപ്പൊ കെട്ടിയോൻ പറയും, നീ എന്തുകൊണ്ട് എന്നെ വിട്ടുപോയില്ല, എന്റെ ഓരോ ഉപദ്രവത്തിനും അടിക്കും ചീത്ത പറച്ചിലിനും അപമാനത്തിലും നീ എന്നെ വിട്ടുപോയില്ല, എന്റെ കൂടെ തന്നെയുണ്ട്, അപ്പൊ അതെനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള പ്രചോദനമാണ്. അത് കേട്ട് ഹീറോയിൻ ചോദിക്കും, അതുകൊണ്ടാണോ താൻ എന്നെ ആ വൃത്തികെട്ട ക്ലബിലേക്ക് കൊണ്ടുപോയി എന്റെ ശരീരം മാംസപിണ്ഡം പോലെ പിച്ചി ചീന്തിയത്? അതിന് ഹസ്ബൻഡ്, നീ നിന്നെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്യാനാ, എനിക്ക് നിന്നോട് സ്നേഹമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഇനി ഒരു തവണ എന്നെ വിട്ടുപോകാൻ നീ ശ്രമിച്ചാൽ ഞാൻ നിന്നെ കൊന്നുകളയുടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ വീണ്ടും കുതിരെ തല്ലാൻ തുടങ്ങും പെണ്ണിനെ. തല്ലും വാങ്ങിച്ച് ക്ലാര, എന്നെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തിക്കോ, എനിക്ക് എൻ്റെ മോളുടെ കൂടെ ഇരിക്കണം കുറച്ച് സമയം, കാർ എടുക്കുമോ എന്ന് പറയും. ഇതേ അവള് പറയും.
അറിയുള്ളൂ. ഈ നേരത്ത് വീടിനകത്ത് ആരെങ്കിലും കയറിയോന്ന് തപ്പി നടക്കുന്ന ഹീറോ അറിയാതെ അവൻ തന്നെ വിരിച്ച കുപ്പിച്ചില്ലി ചവിട്ടി കാലുമുറിയും. ആ മുറിഞ്ഞ കാലുമായിട്ട് വീണ്ടും അവൻ പരിശോധിക്കുന്നു. മോളുടെ റൂമിന് പുറകിലായി ഒരു രഹസ്യമുറിയുണ്ട്, കുട്ടികളുടെ രഹസ്യമുറി. അതിലൊരു ഫോൺ ചാർജ് ഇല്ലാതെ കിടക്കുന്ന കാണാം. ഹീറോ കത്തിയുമായി ആളുള്ളത് ഉറപ്പിച്ച് വീണ്ടും അന്വേഷിച്ച് നടക്കുന്നു. അപ്പണ്ട് ഒരു ഹുഡി ധരിച്ച മനുഷ്യൻ, അധികം പ്രായമൊന്നുമില്ല. അവൻ ഓടി വന്ന് ഹീറോയുടെ കാലിൽ വലിയൊരു മുറിവ് വലിച്ചു കീറി അവിടുന്ന് ഓടിപ്പോവും. ഹീറോ പുറകെ ചെല്ലും. കള്ളനാൻ തോന്നണു ഹീറോയെ കുത്തി അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബാൽക്കണി വഴിയിലേക്ക് ഓടിയതാ. പക്ഷെ അവന് രക്ഷപ്പെടാൻ പറ്റിയില്ല. അവനിപ്പോൾ ബാൽക്കണിയിൽ നിന്ന് മാറി ആ കെട്ടിടത്തിന്റെ സൈഡിൽ കൂടെ നിരങ്ങി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിലത്ത് വീഴും. അതൊരു ചെറിയ ചെക്കനാണ്. കള്ളനാണെങ്കിലും രക്ഷപ്പെടാൻ നോക്കി നിലത്ത് വീണ് ചത്താലോ. അതുകൊണ്ട് ഹീറോ കൈ നീട്ടി, ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. അങ്ങോട്ട് പോയാൽ നിലത്ത് വീഴും, മരണപ്പെടും, തിരിച്ചു വാന്ന് പറയുന്നുണ്ട്. അവിടെ എന്താ സംഭവിച്ചെന്നറിയില്ല. കട്ട് ചെയ്ത ക്ലാരയെ ഭർത്താവ് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവര് ബേസ്മെന്റ് പാർക്കിലേക്ക് വന്ന് കാർ നിർത്തിയിട്ട് ഭർത്താവ് പറയും, നീ പറഞ്ഞതിനും ചെയ്തതിനും നീ ഇന്ന് രാത്രി അനുഭവിക്കും, അതിനുവേണ്ടി കാത്തിരുന്നോന്ന് അയാൾ പറയും. അപ്പൊ ക്ലാര, എന്റെ മകളുടെ മുന്നിൽ വെച്ച് എന്നെ ഉപദ്രവിക്കരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ്, ഇവിടെ എന്ത് ചെയ്യണമെന്ന് നീയല്ല തീരുമാനിക്കേണ്ടത്, അത് ഞാനാണെന്നും പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങാൻ നോക്കുന്നുണ്ട്. ഉടനെ ഇവള് തന്റെ കയ്യിൽ ഒളിച്ചു വെച്ചിരുന്ന ആ സ്റ്റൺ ഗണ്ണുകൊണ്ട് ഭർത്താവിന്റെ കഴുത്തിന് ഷോക്കടിപ്പിച്ച്, മേലിൽ എന്റെ മേത്ത് കൈവച്ച് പോകരുതട കള്ള പന്നി എന്ന് പറയും. ബ്ലഡി ഫൂൾ. എന്നിട്ട് ഇവള് അയാളെ കാറിൽ തന്നെ ലോക്ക് ചെയ്ത് വീട്ടിലേക്ക് ഓടി വരികയാണ് മകളുടെ അടുത്തേക്ക്. വീടിനകത്തേക്ക് കയറുമ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ്. അകത്ത് വെളിച്ചമില്ല. ഹീറോ എങ്ങനെയാണോ തന്റെ വീടിനകത്ത് കുപ്പിച്ചില്ല് വെതറിയത്, അതേപോലുള്ള കുപ്പിച്ചില്ല് ഈ വീടിനകത്തും വെതറിയിട്ടുണ്ട്. ക്ലാര വിർഗോ വിർഗോ എന്ന് വിളിച്ചിട്ട് അകത്തേക്ക് പോകും. തന്റെ ബേബി സിറ്ററെയാണ് അവള് വിളിക്കുന്നത്. ഇപ്പൊ വീടിനകത്ത് ഹീറോ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേപോലുള്ള ഒരു ലാപ്ടോപ്പ് കാണാം. അപ്പൊ ഏകദേശം കൺഫേമായി. തന്റെ മകളുടെ മുറിക്കകത്ത് നിന്നും ഒരാള് പാട്ട് പാടുന്ന ശബ്ദം കേൾക്കുന്നു. പോയി നോക്കുമ്പണ്ട് നമ്മുടെ ഹീറോ ആണ് അവിടെ ഇരിക്കുന്നത്. അയാൾ മെല്ലെ തിരിഞ്ഞ്, ഹലോ ക്ലാര. പണ്ടൊരു സൈക്കോ പടത്തില് ഹലോ ക്ലാരിസ് എന്ന് പറയില്ലേ, ഹനിബൽ ലെക്ടർ, അതേ ടോണില്. ഹീറോയുടെ ശബ്ദം കേട്ടുടനെ അതാരാണെന്ന് ഹീറോയിന് മനസ്സിലായി. കാരണം ഇത്രയും സമയം സംസാരിച്ചല്ലേ. ജൂൾസ്, നീ എന്താ ഇവിടെ? എന്റെ മകൾക്ക് എന്ത് സംഭവിച്ചു? ഹീറോ പറയും, അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞാനൊരു സ്ലീപ്പിംഗ് പില്ല് കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇവിടെ വീഗോ എവിടെ? അവനെവിടെ പോയി? ഇവള് പേടിച്ച് തന്റെ കയ്യിലെ സ്റ്റൺ ഗണ്ണ് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഹീറോ അത് തട്ടിപ്പറിച്ച് കത്തി കാണിച്ചിട്ട് പറയും, മോളെ അവളുടെ മുറിയിൽ തനിയെ വിട്ട് നമുക്ക് പുറത്തു പോകാം, അവളെ ശല്യപ്പെടുത്തണ്ട. ഹീറോയിൻ, ജൂൾസ് നീ എന്താ ഇവിടെ? നീ ഇവിടെ എന്ത് ചെയ്യാണെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കും കുറച്ചു നേരം ഒന്നും മനസ്സിലാവില്ല, ഒന്നും പുരിയാതെ മുന്നോട്ട് പോകുമ്പോഴേ അറിയുള്ളൂ. ജൂൾസ്, അതായത് ഇത്രയും നേരം ഹീറോ ആയിരുന്ന വില്ലൻ, ക്ലാരയെ വിളിച്ചു കൊണ്ടുപോയി തന്റെ അടുത്ത മുറിയിൽ അവൻ എഴുതി വെച്ചിരിക്കുന്ന എഴുത്ത് കാണിച്ചു കൊടുക്കും. നീ അല്ലെങ്കിൽ അവൻ ഇന്ന് രാത്രി കൊല്ലപ്പെടും. ഇത് കണ്ട ഉടനെ ഹീറോയിന് മനസ്സിലായി, തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ കില്ലർ മറ്റാരുമല്ല, ഈ ജൂൾസ് തന്നെയാണ്. അരുത്, വേണ്ട, ദയവ് ചെയ്തെന്നെ വിട്ടേക്കൂ എന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ കില്ലർ, ഇത്രയും നേരം ഹീറോ എന്ന് പറഞ്ഞിട്ട് കില്ലർ എന്ന് പറയുമ്പോൾ ഒരു ബെസ്മ, കില്ലറാ നിന്റെ ഭർത്താവ് എവിടെ? അവനെയും കൊണ്ടുവരണം, എന്നാലേ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. കില്ലർ അവന്റെ ലാപ്ടോപ്പിൽ ഇവരെ വീട്ടിലെ CCTV കാണിച്ചു കൊടുക്കും. ക്ലാരയുടെ വീട്ടിലെ എല്ലാ മുറിയിലും ഇവൻ CCTV ഘടിപ്പിച്ചിരുന്നു, നേരത്തെ തന്നെ ഘടിപ്പിച്ചിരുന്നു. അതിൽ അവളുടെ ഭർത്താവ് അവളെ പീഡിപ്പിക്കുന്ന എല്ലാ ദൃശ്യങ്ങളും ഹീറോ നേരത്തെ തന്നെ കണ്ടതാണ്. നിനക്ക് സംഭവിച്ചു കൊണ്ടിരുന്ന എല്ലാം ഞാൻ കണ്ടിരുന്നു, അവനെ വിളിക്ക്. അവൻ എവിടെയാണെന്ന് ഹീറോ ചോദിക്കും. ഈ സമയത്ത് നമ്മൾ നേരത്തെ കണ്ട കില്ലറെ ഡാഡി പോലീസുകാരനാണ്. പുള്ളി അന്വേഷിച്ച് പിടിച്ച് ഹീറോയിന്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അതേ നേരത്ത് ഭർത്താവ് കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ച് ഇവരെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട്. ഈ നേരം കില്ലർ ഹീറോയിനെ കെട്ടിവെച്ച്, നിനക്കിനി 10 മിനിറ്റേ സമയമുള്ളൂ, നിന്റെ ഭർത്താവിനെ വിളിച്ചു വരുത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവള് പറയും, ഞാൻ അവനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു, ഇനിയും എന്തിനാണ് അവനെ വിളിച്ചു വരുത്തുന്നത്? അവനെ കൊല്ലുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? ഞാൻ അവനെ വിട്ടുപോവല്ലേ? ഇത് അവള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഭർത്താവ് വീടിനകത്തേക്ക് വരുന്നു. അയാൾ കില്ലറുടെ ശബ്ദം കേട്ട് കയ്യിലൊരു ഹോക്കി സ്റ്റിക്കും എടുത്തിട്ട് മെല്ലെ പതിയെ കില്ലറിന് പുറകെ വരികയാണ്. എന്നാൽ ജൂൾസ്, കില്ലർ അത് കണ്ടു. അവൻ തിരിഞ്ഞൊരൊറ്റയടിക്ക് ഈ ഭർത്താവിനെ നിലത്തേക്ക് വീഴ്ത്തും. ഈ നേരം നമ്മുടെ പോലീസുകാരൻ ഡാഡി ഹീറോയിന്റെ വീട്ടിലുണ്ടായിരുന്ന ബേബി സിറ്റർ പയ്യൻ വിർഗോ, അവൻ ബാൽക്കണിയിൽ നിന്ന് നിലത്തേക്ക് വീണ് മരിച്ചു കിടക്കുന്ന കാണുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ കില്ലർ ഹീറോയിനോട് പറയും, ഒന്നുകിൽ നീ അല്ലെങ്കിൽ അവൻ. നിനക്ക് ഞാനൊരു ചാൻസ് തരാണ് ക്ലാര, നിന്റെ കൈകൊണ്ട് നീ അവനെ കൊല്ലണം, നിന്റെ ഭർത്താവിനെ കൊല്ലണം. അവൻ നിന്നെ ഒരുപാട് പീഡിപ്പിച്ചല്ലേ, നിനക്കതിൽ നിന്നൊരു മോചനം വേണ്ടേ? നീ അവനെ കൊല്ല. ഇത് കേട്ട് ക്ലാര കരഞ്ഞോണ്ട് പറയാണ്, നിനക്കൊരു മോള് ജീവനോടെ ബാക്കി കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ ആക്സിഡന്റിന് ശേഷം അവൾക്ക് എന്ത് സംഭവിച്ചു? കില്ലർ, ഫാബിയാന എന്റെ മകൾ, അവളെ കൊണ്ട് കഴിഞ്ഞില്ല, ആശുപത്രി കിടക്കയിൽ വെച്ച് അവൾ മരണപ്പെട്ടു. അത് കേട്ട് ഹീറോയിൻ വീണ്ടും പറയാണ്, നിന്റെ ഭാര്യയെയോ മക്കളെയോ ഇവനെ കൊല്ലുന്നത് കൊണ്ടോ ബാക്കിയുള്ള സ്ത്രീകളെ കൊന്നതുകൊണ്ടോ തിരിച്ചു കിട്ടില്ല, നീ എന്താ മനസ്സിലാക്കാത്ത? സോ കുടുംബം നഷ്ടപ്പെട്ടതിന്റെ ഡിപ്രഷനിൽ ഒരു സൈക്കോ ആയിട്ട് മാറിയതാണ് ഹീറോ എന്ന ഈ വില്ലൻ. അപ്പൊ ജൂൾസ് കില്ലർ പറയാണ്, എന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത്
ചെറുപ്പത്തിൽ പീഡകനായ ഒരു അച്ഛൻ്റെ മകളായി അവൾ വളർന്നതാണ്. അവൾക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും അവൾ അതിന് ശ്രമിച്ചില്ല. ആ പീഡയെല്ലാം ഏറ്റുവാങ്ങി. പക്ഷെ അത് ബാധിച്ചത് എൻ്റെ മക്കളെയും എന്നെയുമാണ്. സ്വന്തം ജീവനൊടുക്കി എൻ്റെ കുട്ടികളെയും കൊന്ന് എനിക്കും ജീവിതം ഇല്ലാതാക്കി അവൾ പോയി. അവളെപ്പോലുള്ള പെണ്ണുങ്ങളെ ഞാൻ എന്ത് ചെയ്യണം? അവർക്കെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഞാനൊരു ചാൻസ് കൊടുക്കുന്നുണ്ട്. അതിന് കഴിയാത്തത് കൊണ്ടാണ് ജീവിക്കാൻ അവകാശമില്ല, അവർക്ക് അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരില്ലാതാക്കുന്നു. പിന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇപ്പം നിനക്കും ഞാനൊരു അവകാശം തരുന്നു, ഒരു ചാൻസ് തരുന്നു. നിന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഈ ദുഷ്ടനായ ഭർത്താവിനെ നീ കൊന്നുകള, സ്വന്തം കൈകൊണ്ട് കൊന്നുകള. ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം, നിനക്ക് ജീവിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും കൊന്നുകള എന്ന് പറഞ്ഞിട്ട് കില്ലർ ഹീറോയിന്റെ കയ്യിലേക്ക് അവൻ പിടിച്ചുകൊണ്ടിരുന്ന കത്തി കൊടുക്കും. ഒരു കത്തി കൊടുക്കും. ഇവളാ കത്തിയും വാങ്ങിച്ച് കരഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ ശരീരത്ത് കയറി കഴുത്തിലേക്ക് കത്തി കുത്തി ഇറക്കാൻ പോവാണ്. എവിടെയാണ് ഇറക്കേണ്ടത്, ഏതാണ് കറക്റ്റ് പോയിന്റ് എന്ന് വരെ കില്ലർ പറഞ്ഞു കൊടുക്കും. ഇവള് കരഞ്ഞോണ്ട് കെട്ടിയോനെ കുത്താൻ പോയി പെട്ടെന്ന് തിരിഞ്ഞ് കില്ലറ കാലിലേക്ക് ആ കത്തി കുത്തിയിറക്കും. എന്നിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. കാലി കെട്ടിട്ടതുകൊണ്ട് തന്നെ വേഗത്തിൽ ഓടാനും കഴിയുന്നില്ല. പക്ഷെ കില്ലർ വെറുതെ വിടോ, പുറകെ ചെന്ന് തലയിലടിച്ച് അവളെ വലിച്ചെടുത്തുകൊണ്ട് വന്ന് അവളെ ഭർത്താവിന്റെ കൂടെ തന്നെ കിടത്തിയിട്ട് നിനക്ക് തന്ന അവസരം കഴിഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇനി മരണത്തിനാണ് അർഹരെന്നും പറഞ്ഞ് ആ കത്തി കൊണ്ട് ഇവൾ ആഞ്ഞു കുത്താൻ നോക്കുക. ഠോന്നൊരു വെടിപൊട്ടുന്ന ശബ്ദം കേൾക്കാം. രക്തം ചിതറി. നോക്കുമ്പോൾ നമ്മുടെ പോലീസുകാരൻ കില്ലറെ തലയെ ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞ. അങ്ങേര് പൾസ് നോക്കിയിട്ട് പറയും, ഇവൻ മരിച്ചു, ഇതെന്റെ മകനാണ്, എന്റെ മകനാണ് ഈ കില്ലറെന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യം ടിവിയിലെ കൈയക്ഷരം കണ്ട് ഞാൻ മനസ്സിലാക്കിയതാ. അപ്പൊ തന്നെ നിങ്ങളെ ഞാൻ അന്വേഷിച്ച് വന്നിരുന്നു, ഇതുവരെ ആകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ക്ലാര എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് തന്റെ മകളുടെ അടുത്തേക്ക് ഓടിപ്പോവും. മകളെ കോരിയെടുക്കുന്നു. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. കില്ലർ ഡെത്ത് ഓക്കെയാണ്. സോ കുടുംബത്തിലെ എല്ലാവരും മരണപ്പെട്ടതിൽ ഹീറോ ഒരു സൈക്കോ ആയിട്ട് വില്ലനായതാ. സ്വന്തം അപ്പന്റെ കൈകൊണ്ട് തന്നെ അവൻ മരണപ്പെടുകയും ചെയ്തു. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ കുറച്ച് നാൾ കഴിഞ്ഞ് ക്ലാരയുടെ ഹസ്ബൻഡ് നാട്ടുകാരോടൊക്കെ വലിയ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനും എൻ്റെ ഭാര്യയും ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ഞാനൊരു പൊളിറ്റീഷ്യൻ ആയതുകൊണ്ടായിരിക്കാം എന്നെ അവൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഞങ്ങളുടെ പ്രത്യേക കഴിവ് കൊണ്ടായിരുന്നു ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഇങ്ങനെയൊക്കെ വലിയ വർത്താനം പറഞ്ഞ് അതേ സബ്ജക്റ്റ് തൻ്റെ പാർട്ടിക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ വേണ്ടി വലിയ രീതിയിൽ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ടാവും, പത്രസമ്മേളനം. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ മൊബൈലിലേക്കും പുതിയൊരു അർജന്റ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവുക. നോക്കുമ്പോൾ അതിൽ ക്ലാരയുടെ ഹസ്ബൻഡ് അവളെ പീഡിപ്പിക്കുന്നതും തല്ലുന്നതും ഇൻസൾട്ട് ചെയ്യുന്നതും എല്ലാം അടങ്ങിയ വോയിസ് നോട്ട് ഉണ്ടാവും. സോ ഇയാൾ പുറമേ കാണുന്ന പോലെയല്ല, വലിയൊരു പീഡകനാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. എന്നിട്ട് സൂട്ട് വിട്ട് മുടിയും ജീവി നടക്കുക തെണ്ടിച്ചക്കൻ. 2 പോലീസുകാർ ഉടനെ തന്നെ വന്ന്, സർ നമുക്ക് ജയിലിൽ പോകാം, മഴ വരുന്നതിന് മുന്നേ പോകണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകും. സംഭവം ഹീറോയിൻ പണി കൊടുത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയാളെ കൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ മൊബൈൽ റെക്കോർഡർ ഓണാക്കി അയാളെ ഇറിറ്റേറ്റ് ചെയ്ത് 2 തല്ലും വാങ്ങിച്ച് അയാളുടെ വായിൽ നിന്നുള്ള സത്യങ്ങളെല്ലാം വിളിച്ചു പറയിച്ചു. ഇവള് തന്നെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടാണ് ആ കാര്യങ്ങളെല്ലാം അയാളുടെ വായിൽ നിന്ന് പുറത്തെടുപ്പിച്ച് അങ്ങനെ എവിഡൻസ് കൊടുത്ത് പുള്ളിക്കാരനകത്ത് ലോക്ക് ചെയ്തു. ഇപ്പൊ മോളുമായിട്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുകയാണ് അങ്ങ് ജർമ്മനിയിൽ. അവിടെ വെച്ച് സന്തോഷപൂർവ്വം സിനിമ അവസാനിക്കുമ്പോൾ ഒരു നോട്ടും കൂടെ ഇവർ പറയുന്നുണ്ട്. ജർമ്മനിയിൽ 4ൽ 1 പെണ്ണിന് ഫിസിക്കൽ ഓർ സെക്ഷൽ വയലൻസ് ഉണ്ടാവുന്നുണ്ട് അവളുടെ ജീവിതത്തിൽ. പലപ്പോഴും അത് സ്വന്തം കുടുംബത്തിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അതിലെല്ലാ ക്ലാസ്സിൽപ്പെട്ട പെണ്ണുങ്ങളുണ്ട്, പണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്. അതൊരു വലിയ അനീതിയാണ്. പെണ്ണുങ്ങൾക്കെതിരെ ഉണ്ടാവുന്ന വയലേഷൻസ് വലിയൊരു അനീതിയാണ്. അതുണ്ടാവരുത്, അതുണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊടുത്ത് നമുക്ക് അടുത്ത ജനറേഷനെ വളർത്തിയെടുക്കാം. അതുപോലെ തന്നെ തിരിച്ചും പുരുഷന്മാരെ ഉപദ്രവിക്കരുത്, കുക്കറും കൊണ്ട് തല്ലരുതെന്നും പെണ്ണുങ്ങളെയും പറഞ്ഞു പഠിപ്പിക്കാം. അടിയും ബഹളവും ഇല്ലാതെ സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാം. ഇടയ്ക്കിടയ്ക്ക് കഥ സൊല്ലട്ടുമ ചാനലിലെ വീഡിയോയും കാണാം. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് ഞാൻ വീണ്ടും വരാം. Until then, it's bye from Uru. Kada Suratumas.